കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, ആ യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം. கண்கள் சொருகி ஒரு விதமாய் வருகிறதே, அதை பாயுதே കണ്ണായൻ മനമിക அதை പായുതേ. ഹലോ മിസ്സേ, ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ വന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിലിട്ട് ഡൗട്ട് ഉണ്ടാവാം, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ എറിക്കിൻ്റെയും കൃതിയുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൃതിൻ്റെയും എറിക്കിൻ്റെയും ഫാദേഴ്സ് തമ്മിൽ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ ചെറുപ്പത്തിലേ ഉറപ്പിച്ചതാണ് ഇവരുടെ എൻഗേജ്മെൻറ്റും മാരേജും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. പിന്നെ ഇവരെങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളതും പിന്നെ എങ്ങനെ എന്നുള്ളതൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കായിട്ട് ഇവിടെ കൊടുത്തേക്കാം. ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നും ഇവരുടെ എൻഗേജ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഫ്ലാഷ് ബാക്ക് കണ്ടു. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? തനിക്കെന്താ കണ്ണില്ലേ? മനുഷ്യനെ കൊന്നേനല്ലോ. അക്കറ നെഞ്ചത്തിൽ കൂടിയാണ് താ വണ്ടി ഓടിക്കണേ. എനിക്കിതിനെ പറ്റി താവുന്ന സമാധാനം പറയൂ. നിർത്തിട്ട് കാട്ടുമല്ലേ, നീ എങ്ങോട്ടടി പറഞ്ഞു പോണേ? പെണ്ണല്ലേ പോട്ടേന്ന് വെച്ചപ്പോ അവൾക്ക് അഹങ്കാരം. എന്റെ പെണ്ണിയുടെ മുമ്പിൽ നിന്ന് ചാടിതാൻ പോരാന്നിട്ട് അവൾ എന്റെ അടുത്ത് ചടിക്കടിക്കുക. ആരെടുത്ത എന്റെ കാട്ടുമൂല്? കാട്ടുമൂല് എന്റെ മറ്റവളാടോ? താൻ വന്ന് എന്നെ ഇടിച്ചതും പോരാന്നിട്ട് എന്റെ അടുത്ത് ചാടിക്കടിക്കുന്നു. പണം ഉണ്ടെന്ന് തനിക്ക് എന്തോ ആവാന്നാണോ? കാട്ടുമൂലിന്റെ പരിണാമം സംഭവിച്ചവളെ, എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. താൻ പോടും, പിന്നെ എനിക്കാ സമയം. എനിക്ക് തന്നോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തീരെ താല്പര്യമില്ല. ഹലോ ഇടി കാട്ടുമൂലി, എനിക്ക് നിന്നോട് അടി ഉണ്ടാക്കാൻ സമയമില്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ നിനക്കുള്ള ഞാൻ തന്നെ തന്നേനെ. ഒരു ദിവസം നിന്നെ എന്നെ കൈ കിട്ടും, അപ്പൊ ഞാൻ എടുത്തുള്ളടി കാട്ടുമൂലേ. താൻ പോടൂ കടുവേ. ഓ, അതൊക്കെ എന്തിന്റെ കുഞ്ഞാണോ എന്തോ. കാണാൻ മുന്നിലെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ, അതിന്റെ യാതൊരു ബന്ധവുമില്ല. എന്നാലും എന്തൊക്കെയായാലും കാണാൻ കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. എറിക്, നീ ഇപ്പം എന്താ പറഞ്ഞേ? നിനക്കവളെ ഇഷ്ടപ്പെട്ടെന്നോ? നോ വേ, നോ എറിക്. എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു പെണ്ണ് പോലും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ഏർപ്പെട്ടില്ല. പക്ഷേ അവളെ ഞാൻ പതടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ആണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവരുടെ തന്നെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യത്തിന് പോയി. ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൃതിക ചീഫ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. കൃതിക്ക് ഒരിക്കലും അറിയത്തില്ല. പിന്നെ കൃതി ഇങ്ങനെ അവൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചീഫ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നോ ആ ഹോസ്പിറ്റലിൻ്റെ ഓണറാണ് എറിക്കുന്നോ അങ്ങോട്ടും കൂടെ അറിയില്ല അവർക്ക് രണ്ടുപേർക്കും. ഭാസ്കരേട്ടാ, എന്താ കുഞ്ഞെ? ഈ വർഷത്തെ ഹോസ്പിറ്റലിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽസ് എനിക്ക് ക്യാബിലോട്ട് എത്തിച്ചാൽ പറഞ്ഞേക്ക്. പിന്നെ അതിൻ്റെ കൂടെ ചീഫ് ഡോക്ടറിനോട് എൻ്റെ ക്യാബിലോട്ട് ഒന്ന് വരാൻ പറയണം. ശരി കുഞ്ഞെ, ഞാൻ ക്യാബിലോട്ട് എത്തിച്ചിരിക്കാൻ പറഞ്ഞേക്കാം. പിന്നെ കൃതി കുഞ്ഞോട് വരാൻ പറഞ്ഞേക്കാം. ശരി ഭാസ്കരേട്ടാ. ശരി കുഞ്ഞെ, കുഞ്ഞിനെന്തെങ്കിലും കുടിക്കാൻ പറയണോ? ഭാസ്കരേട്ടാ, എന്നാ ഒരു 2 ജ്യൂസ് ക്യാബിലോട്ട് എത്തിച്ചിരിക്കാൻ പറഞ്ഞേക്ക്. കുഞ്ഞെ.
മേ കമിൻ സർ? യെസ്, കമിൻ. ദൈവമേ, ഇങ്ങേരോ? യു ക്യാൻ സിറ്റ്. താങ്ക് യു സർ. വേർ ഇസ് ഫയൽ? എന്നാ സർ, ഇങ്ങേർക്ക് എന്നെ മനസ്സിലായില്ലേ? അതൊന്നും മനസ്സിലാവാത്ത ആയിട്ട് അഭിനയിക്കുകയാണോ? ദൈവത്തിനറിയാം. ഓ ദമേ, അയാൾക്ക് ഓർമ്മയില്ലേ, എന്നെ ഓർമ്മയില്ലേ? എന്നെ മനസ്സിലാവേണ്ടിരുന്ന മതിയേ. എന്തെങ്കിലും ചേട്ടെ. വാട്ട് ഈസ് യുവർ നെയിം? കൃതിക ചെയ്യുന്നു. ഓ, നീയായിരുന്നു കൃതിക ചെയ്യുമ. നൈസ് നെയിം. ഓ, നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചാടിയല്ലോ കൃതിക. സോ സാഡ്. എനിക്ക് നിന്നെ തിരിഞ്ഞുകൊണ്ട് ആവശ്യം വന്നില്ല. നീ ആയിട്ട് എൻ്റെ മുമ്പിലൊന്ന് ചാടി. നിനക്കിട്ടുള്ള പണി ഞാൻ വഴിയെ തരാം. വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷം. ഓ, എനിക്കത്ര സന്തോഷമില്ല. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ സർ. നിന്നെ ഞാൻ എടുത്താലടി മുയിലേ. എന്നാമോ ഞാൻ വന്നേ. എന്നാ നീ ഫ്രഷ് ആയിട്ടോ? ശരി. ഇങ്ങനെ വായും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കണ്ട, അങ്ങോട്ട് പറയും മനുഷ്യ. ഞാൻ പറയണോ? നീ പറ. നീ ആവുമ്പോ കുഴപ്പമില്ല. എന്റെ വായിരിക്കണ മൊത്തം കേൾക്കണ്ട്, അങ്ങോട്ട് പറയിച്ചായ. അതല്ല നീ. ഓ, ഇങ്ങനെ കൊണ്ട്. ഓ, രണ്ട് അവിടെ കിടന്ന് തെറിക്കാണ്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പറ. അത് കൃതി. എന്താണ് പറ. അതുപോലെ ഞാൻ പറയാം. എന്നാ ആദ്യമേ നിനക്ക് പറഞ്ഞ പറയുന്ന മനുഷ്യ. ഓ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അച്ഛനെന്താ പറയാൻ വന്നേ? പറ. അതുപോലെ ഞാൻ പറയണതിന് മുമ്പ് മിണ്ടാണ്ടെല്ലാം കേൾക്കണം. പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞാൽ മതി. ഓക്കെ? ശരി, പറ. അതുപോലെ പണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു വാക്കുകൊടുത്തുകാരിയായിരുന്നു. അവൻ്റെ മോൻ്റെയും എൻഗേജ്മെൻറ്റും മാരേജും ഞങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചായിരുന്നു. അവൻ്റെ മോനെയും എൻ്റെ മോളെയും കൊണ്ട് കെട്ടിക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്നേ തീരുമാനിച്ചാണ് നിങ്ങളുടെ മാരേജും എൻഗേജ്മെൻറ്റും. ഇപ്പോൾ മോൾക്ക് ഇത്ര വയസ്സായില്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടത്താം. ആരോട് വെച്ചിട്ട് എന്തോ നടത്തി? എനിക്കിപ്പോൾ കല്യാണം കഴിക്കണ്ട. അതുപോലെ സമ്മതിക്ക്. ഞാൻ അവന് വാക്ക് കൊടുത്ത, അവനിപ്പോൾ ജീവനോടെ ഇല്ലെങ്കിലും അവൻ്റെ വാക്ക് ഞാൻ നടത്തി കൊടുക്കണ്ടേ? അവൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ. അതിന് മോളെതിരി പറയരുത്. അവൻ്റെ അവസാനത്തെ ആഗ്രഹം അതെങ്കിലും നടത്തി കൊടുക്കണം. അവനോടുത്ത വാക്ക് ഞാൻ പാലിക്കണ്ടേടാ. അച്ഛൻ്റെ അപേക്ഷയെന്നോ വിചാരിച്ച മോള്. എന്തു അച്ഛ, എനിക്ക് കല്യാണത്തിന് സമ്മതം. അച്ഛൻ്റെ ഇഷ്ടം തന്നെ എൻ്റെ ഇഷ്ടം. ഞാൻ ഓക്കെയാണ്. അച്ഛന് സന്തോഷമായ മോളെ. അച്ഛൻ്റെ ആഗ്രഹം മോളെ നടത്തി തന്നല്ലോ. ഓ, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാൻ സമ്മതിച്ചില്ലേ, പിന്നെന്തിനാ? മോളെ കൃതി. എന്തമ്മേ? അമ്മക്കറിയാടാ, അമ്മയുടെ കുഞ്ഞിന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി മോഹത്തിനെ സമ്മതിച്ചേന്നു. അങ്ങനൊന്നുമില്ല അമ്മ, എനിക്ക് ഓക്കെയാണ്. നിങ്ങളുടെ സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം. പിന്നെ നിങ്ങൾ എനിക്ക് നല്ലതല്ലേ കണ്ടുപിടിക്കൂ. അപ്പം നല്ല മോനെ, എന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ. നിങ്ങൾക്കൊരു കുറവ് വരാം. ഓ, എൻ്റെ അമ്മ, എനിക്കറിയാം നിങ്ങൾ എനിക്ക് ഒരു ബെറ്റർ പാർട്ട്ണറാണ് കണ്ടുപിടിച്ച് തരുള്ളൂന്ന്. എൻ്റെ അമ്മ, അതൊക്കെ വിട്. എനിക്കിപ്പോൾ ഫുഡ് എടുത്ത് വെക്ക്. ഓ, ഈ പെണ്ണ്, നീ വാ, ഞാൻ ഫുഡ് എടുത്ത് തരാം. ഓക്കെ, ദേ വന്നു. बरसा दे इश्क़ा की स्याहियाँ, रंग जाऊं रंग जाऊं रे, हाँ रे मैं तुझ पे मैं झर 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 जाऊं.
പ്രതി അവിടെ നിൽക്ക്. ആ എന്താ അമ്മ? രണ്ടും അവിടെ പോയതാ. ഞാൻ കണ്ടായിരുന്നു രണ്ടും കാറിൽ വന്ന് ഇറങ്ങുന്നത്. ദൈവമേ, അമ്മ കണ്ടോ? നീ കണ്ടിട്ടുണ്ടാവോ? ഞാൻ നോക്കുമ്പോ അവൻ നിന്നെ ഇറക്കിയിട്ടിട്ട് പോകുന്നു. ഓ താങ്ക് ഗോഡ്, അമ്മ കിസ് ചെയ്യണ കണ്ടിട്ടില്ല. ഭാഗ്യം. ധൃതി, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. അമ്മ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാളിലും ബീച്ചിലും പോയി. ശരി, എൻ്റെ മുത്താണ്. ഇപ്പേണ്. കൃതി, നീ വന്നു? അച്ഛാ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു. എവിടെയായിരുന്നു നീ? അതുപോലെ അച്ഛാ, ഇച്ചാൻ്റെ കൂടെ ആയിരുന്നു. മോനിങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല അച്ഛാ, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. എന്നാ അവനോടൊന്ന് ചോദിക്കേ, ഇന്ന് വരുവന്ന്. കുറച്ച് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറ. ശരി അച്ഛാ, ഞാൻ അച്ഛനോട് വിളിച്ച് വരാം. എന്നപ്പോ നീ ഫ്രഷ് ആയിക്കോ, വന്നല്ലേ ഉള്ളൂ. ശരി അച്ഛാ. ഹലോ ഇച്ചായ. എന്താ കിച്ചു? ഇച്ചായ നൈറ്റ് ഇങ്ങോട്ടേക്ക് വരുമോ? അതെന്താടി നൈറ്റ്? എന്താ അത് ഇച്ചായ, അച്ഛൻ ഇച്ചായൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തോ സംസാരിക്കാനൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. ഓ ആണോ? എന്നാ ഞാൻ വരാം. ശരി ഇച്ചായ. ശരി. ഇച്ചായ വന്നോ? വാ. ആരാ കൃതി വന്നേ? അതമ്മ ഇച്ചായനാ. മോനാണോ? മോനെ ഇരിക്ക്, ഞാൻ ഇച്ചായനെ വിളിക്കാം. ശരി എന്നമ്മ. മോൻ വന്നു. എന്താ ചോദിച്ചാ? എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. മോനെ, അത് നിങ്ങളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച്. എന്തായിരുന്നു? മാരേജ് ഡേറ്റ് നോക്കണ കാര്യത്തെ കുറിച്ചായിരുന്നു. അപ്പോ ഒരു ജോത്സ്യനെ കൊണ്ട് നിങ്ങളെ കല്യാണ ഡേറ്റ് നോക്കിക്കാനും പിന്നെ നിങ്ങളുടെ ജാതകം ഒന്ന് നോക്കിപ്പിക്കണം. അതിനായിരുന്നു. മോനിതിൽ വിശ്വാസമില്ല എന്നറിയാം. എന്നാലും ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. മോന് ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ജാതകം ഒന്ന് വേണം. അല്ല, മോന് ജാതകം ഉണ്ടോ? മോൻ ക്രിസ്ത്യനല്ലേ, അതാ ചോദിച്ചേ. ഉണ്ട് ചേച്ചാ, എൻ്റെ മമ്മിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ ജാതകം. ചേച്ചിനത് കൊണ്ടുതരാം. ശരി മോനെ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയ്. പിന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഹൽദി മെഹന്തിയൊക്കെ വേണം. നടുത്താടി കുറുമ്പി, നീ പേടിക്കണ്ട, നിന്റെ കല്യാണത്തിന് അതൊക്കെ ഉണ്ടാവും. പോരെ, ആദ്യം ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. എന്നാ ഓക്കെ. കിച്ചു, കിച്ചു, നീ ഇപ്പോ മൊത്തത്തിൽ എന്റേതാവാൻ പോവാ. അതെ ജയ, ഐ ആം സോ ഹാപ്പി. Me too. കിച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ മാരേജിന് മുമ്പ് തന്നെ നീ അറിയണം. എന്ത് ചെയ്യ? സസ്പെൻസ് ഇടണ്ട്, പറ. കിച്ചു, ഞാനെന്ന് പറയുമ്പോ നീ എന്നെ വെറുക്കരുത്. ഞാനെന്തിനാ ഇച്ചനെ വെറുക്കുന്നേ? ഇച്ചൻ പറയാൻ എന്നുള്ളതെന്ന് വെച്ചാൽ പറ. അത് കിച്ചു, എനിക്ക് ബിസിനസ് അല്ലാണ്ട് വേറൊരു ജോബും കൂടിയുണ്ട്. വേറെന്ത് ജോബാ? കിച്ചു, ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബിസിനസ്മാൻ മാത്രമല്ല, ഞാനൊരു മാഫിയ കിങ് കൂടിയാണ്. മാഫിയോ? ഇച്ചൻ എന്തൊക്കെയാ പറയുന്നേ? തമാശ പറയാണോ ചയ? ഇല്ല കിച്ചു, സത്യമാണ്. കിച്ചു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. ഐ എം സോറി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയേണ്ടിരുന്നേ. കിച്ചു, ഞാൻ ഇതുവരെ ഒരു നിരപരാധിയെ പോലും ഉപദ്രവിക്കത്തില്ല, ഉപദ്രവിച്ചിട്ടുമില്ല. അത് ഞാൻ ഉറപ്പ് പറയാം. എനിക്ക് പേടിയായിരുന്നു നീ എന്നെ എങ്ങനെ ഇട്ടേച്ച് പോയാലോ ഇത് കേട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇത്ര നാളും പറയാണ്ട് ഇരുന്നേ. പക്ഷേ നമ്മുടെ മാരേജിന് മുമ്പ് നീ അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് ഇനി നിനക്ക് തീരുമാനിക്കാം. ഞാൻ നിന്റെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യും. എങ്ങനെയൊക്കെ പറയണേ ഇച്ചയ?
എനിക്കറിയാം എൻ്റെ ചേനെ. ചേൻ അങ്ങനെ ആരെയും ആവശ്യമില്ലാണ്ട് ദ്രോഹിക്കില്ലെന്ന് എനിക്കറിയാം. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം മാത്രം തന്നാൽ മതിയെ ചേൻ. ഇച്ഛാനെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും അതിന് പിന്നിൽ. അതെനിക്കറിയാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. താങ്ക് യു കിച്ചു. താങ്ക്സ് എ ലോട്ട് ടു അണ്ടർസ്റ്റാൻഡിങ് മീ. കിച്ചു, ഐ ലവ് യു ഡി. ലവ് യു ടു ഇച്ഛായ. അങ്ങനെ കുറച്ച് ഡേയ്സൊക്കെ കല്യാണത്തിന് തിരക്കുമായി അങ്ങനെ കടന്നുപോയി. പിന്നെ അവരുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹൃതിയാണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നും ലേറ്റായി. എണീക്കാൻ ഇച്ചിരി വൈകിപ്പോയി വെച്ച്. അതിന് അന്നമ്മയുടെ നല്ലത് കിട്ടി. അപ്പോൾ അന്നമ്മയുടെ വഴക്ക് കേട്ട് ഫുഡും കഴിച്ച് പോവാനിറങ്ങുവാണ്. കൃതി മെല്ലെ കഴിച്ചാൽ മതി. നേരത്തെ എണീറ്റ് കഴിഞ്ഞതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കൃതി? വൈകി എണീറ്റിട്ട് ഇങ്ങനെ വെപ്രണം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഫുഡും വരെ കഴിക്കാൻ പറ്റില്ല. നേരത്തെ കാലത്ത് എണീക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് വെപ്രണപ്പെടുത്തേണ്ടി വരും. എൻ്റെ അന്നമ്മോ, എനിക്ക് ലേറ്റായി പോയി. ഇനിയിപ്പോൾ അത് പറഞ്ഞു കേൾക്കാൻ സമയമില്ല. ഞാൻ പോട്ടെ. ബൈ ബൈ ബൈ. ശരി ശരി, പോകാൻ നോക്ക്. ടൈമിൽ ഒരുപാട് ലേറ്റായി. ഇജയ, ഇത്ര സമയല്ലേ, കൊച്ചിതുവരെ വീട്ടിലെത്തിയിട്ടില്ല. നിങ്ങളൊന്ന് കൃതിയെ വിളിച്ചേ. എന്താ കൃതി ഇതുവരെ വന്നില്ലെന്നോ? ജയ, കൃതി ഇതുവരെ വന്നിട്ടില്ല. അവളിങ്ങനെ ലേറ്റ് ആവാറില്ല. എനിക്കിത് പേടിയാണ് ജയ. എന്നാ നീ പേടിക്കാണ്ടിരിക്കേ, അവൾക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവൾക്ക് ഓവർ നൈറ്റ് എന്തെങ്കിലും ഡ്യൂട്ടി വന്നിട്ടുണ്ടാവും. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ വേഗം വിളിക്കുക ജയ. എന്താ ജയ, അവൾ കോൾ എടുക്കുന്നില്ലേ? ഇല്ലെന്നാ, ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ച് എവിടെയാണോ? വിജയ, ഇറക്കി മോനെ വിളിക്കേ. ഞാൻ വിളിക്കാം, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. ഹലോ. ഹലോ ചേച്ചി, പറഞ്ഞു. മോനെ, ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചേ. എന്താ ചേച്ചി പറ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അത് മോനെ, കൃതിക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ടില്ല എത്ര നേരമായിട്ടും. ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എടുക്കുന്നുമില്ല. ഞങ്ങൾക്ക് പേടിയായിട്ട് വയ്യ മോനെ. ഇങ്ങനെ ലേറ്റായിട്ട് വരാറില്ല. കിച്ചു വന്നില്ലെന്നോ? ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ, ഞാൻ നോക്കട്ടെ. ശരി മോനെ. കിച്ചു എവിടെ പോയതായിരിക്കും? ഓ ഷിറ്റ്, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഡേവിഡ്, ഈ നമ്പറിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യ്. എനിക്ക് ഉടനെ കിട്ടണം. ഓക്കെ ബോസ്. എണീറ്റോ കൃതിക? നിങ്ങൾക്കാരാ? ഞാനെന്താ ഇവിടെ? അതോ, ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്തു. എന്തിന്? നിന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഇത്രയും കാലം നിന്നെ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു എന്റെ മുമ്പിൽ പെടാൻ. ബട്ട് എന്ത് ചെയ്യാനാ, ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ പറയാതിരിക്കാൻ വയ്യ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഹോട്ട്, സെക്സി. നിർത്തടോ. വാവ് വാവ് വാവ്, നിന്റെ ഉശിരി കൊള്ളാം. എറിക്കിന്റെ പെണ്ണല്ലേ, അപ്പൊ അങ്ങനെയല്ലേ വരൂ. എന്തായാലും നിന്റെ ഉശിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. തൊട്ടുപോലെ എന്റെ ദേഹത്ത്. ബോസ്, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നിന്നെ എനിക്ക് വേണം കൃതിക. ഞാൻ ആഗ്രഹിച്ചു വന്നു, വിട്ടുകളഞ്ഞ ശീലമില്ല എനിക്ക്. അതിന് നീ ഒന്നുകൊണ്ട് ജനിക്കണം സ്റ്റീഫൻ. എൻ്റെ പെണ്ണിൻ്റെ മേത്തെങ്ങാനും നിന്റെ കൈ പതിഞ്ഞ. ഓ, എത്തിയില്ല നിന്റെ ചായ. വെൽക്കം മിസ്റ്റർ എറിക് എബ്രഹാം. ലെറ്റ്സ് അറ്റാക്ക്. Reputation, be notorious.
നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലടാ. നിന്നെ കൊല്ലാണ്ട് വിട്ടത് അത് എൻ്റെ തെറ്റാ. പക്ഷേ നീ എപ്പോ എൻ്റെ പെണ്ണിനെ ആഗ്രഹിച്ചോ, ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എറിക്, എനിക്ക് കിട്ടാത്തൊന്നും മറ്റാർക്കും കിട്ടരുത്. ഗുഡ് ബൈ കൃതിക. കിച്ചു, കിച്ചു, കണ്ണൂർക്ക് എനിക്ക് പ്ലീസ് ഡേ. ഡേവിഡ്, അവൻ എനിക്ക് വേണം. അവൻ ഇവിടുന്ന് രക്ഷപ്പെടരുത്. ഓക്കെ ബോസ്. ഡോക്ടർ, ഹൃദയക്ക് എങ്ങനെയുണ്ട്? ഷീസ് ഓൾറൈറ്റ്. ഭാഗ്യത്തിന് ബുള്ളറ്റ് ഹാർട്ടിലേക്ക് പോയില്ല. ഇപ്പോൾ മയക്കത്തിലാണ്. ഒരു 24 hours കഴിഞ്ഞിട്ട് ICU മാറ്റൂ. ഓക്കെ ഡോക്ടർ. മിസ്റ്റർ സ്റ്റീഫൻ തോമസ്. പേടിയുണ്ടോ നിനക്ക്? ഞാൻ കുറച്ചും കൂടി പേടിപ്പിച്ചു തരാം. നോ എറിക്, പ്ലീസ്. നിനക്ക് വേദനിക്കുന്നുണ്ടോ? നീ എന്നെ പെണ്ണിനെ ആഗ്രഹിച്ച തെറ്റ്, നീ എൻ്റെ പെണ്ണിനെ തൊട്ടത് തെറ്റ്, നീ എൻ്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയത് അതിനും വലിയ തെറ്റ്. മൊത്തത്തിൽ നീ തെറ്റുകളാണ് സ്റ്റീഫ ചെയ്തത്. നീ എനിക്കെതിരെ തിരിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കെതിരെ കളിക്കാൻ നിൽക്കുമ്പോൾ, ഒന്നില്ലെങ്കിൽ നീ ആദ്യം എന്നെ കൊല്ലണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിൽക്കും, നിന്റെ കാലനായി. പിന്നെ നീ ഒരു പെണ്ണിനെ ആഗ്രഹിക്കുമ്പോൾ അത് ആരുടെ ഭാര്യയാണ്, ആരുടെ പെണ്ണാണെന്ന് നോക്കിയിട്ട് വേണം ആഗ്രഹിക്കാൻ. നിനക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്. കൃതിക, അവൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അവൾ കണ്ണു തുറക്കുമ്പോൾ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയിരിക്കും. എറിക്, പ്ലീസ്. ഞാൻ ചെയ്ത എല്ലാത്തിനും സോറി. നീ വേണമെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്തു, പക്ഷെ ഇങ്ങനെ ഞാൻ കൊല്ലരുത്. ഇല്ല സ്റ്റീഫൻ, നീ നെഞ്ചിൻ്റെ തന്നെ മരിക്കണം. എറിക്, പ്ലീസ്. ഗുഡ് ബൈ സ്റ്റീഫൻ. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഒരു 1 year കഴിഞ്ഞു.
पग सदनी पम पग मरे सा मरे सदनी पम पग म पसानी म पनि सा मरे सा सानी सा पनि मरे सनी सरी म पग सदनी पम पग मरे सा मरे सदनी पम पग म पसानी म पनि सा मरे सा सानी सा पनि मरे सनी सरी म മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി ഇവനിലായി ചേരുന്നു നീ മുറിവേഴ കൈരേഖ പോ കൺചിമ്മാതെ കാക്കാമെന്നോമലേ ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ ഓ വീണലിഞ്ഞു പോകുന്നു താനേ ഒരുകുമെൻ നിശ്വാസമാ